നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഫ്ദലു സിയാമി ബഅദ റമളാന ഷഹറുല്ലാഹിൽ മുഹറം. മുഹറം മാസമാണ്. റമളാൻ കഴിഞ്ഞാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നോമ്പ് പിടിക്കാൻ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള മാസം. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പാണ് നമ്മുടെ ഇന്നത്തെ മുഹറം 10-ൻ്റെ നോമ്പ്. ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിലോകത്തേക്ക് അയച്ച എല്ലാ അമ്പിയാക്കളും, ഒരുവിധം എല്ലാ അമ്പിയാക്കളും സന്തോഷം കൊണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു ദിവസം കൂടിയാണ് മുഹറം 10 എന്നുള്ളത്. അള്ളാഹു ഭൂമിയെ പടച്ചത് മുഹറം 10-നാണ്. നരകം പടച്ചത് മുഹറം 10-നാണ്. സ്വർഗം പടച്ചത് മുഹറം 10-നാണ്. അർശ്, കുർസി, ലൗഹ, സമാവാത്ത് തുടങ്ങിയ അള്ളാഹുവുമായി ബന്ധപ്പെടുന്ന എല്ലാവിധ കാര്യങ്ങളും അള്ളാഹു തുടക്കം കുറിച്ചത് മുഹറം 10-നാണ്. മഴ ഭൂമിയിൽ ആദ്യമായിട്ട് പെയ്തത് മുഹറം 10-നാണ്. ഭൂമിയിൽ ആദ്യമായിട്ട് ചെടികൾ മുളച്ചത് മുഹറം 10-നാണ്. ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും ഒരു തുടക്കം കുറിച്ചത് മുഹറം 10-നാണ്. അതിലുപരി ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചതും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതും ഒരു മുഹറം 10-ൻ്റെ ദിവസത്തിലാണ്. അതുപോലെ തന്നെയാണ് ഓരോ നബിമാരെ നമ്മൾ എടുത്തു നോക്കിയാലും ആ നബിമാരുടെയൊക്കെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട വിജയത്തിൻ്റെ ഭാഗം ഇരിക്കുന്നത് മുഹറം 10-നാണ്. ബഹുമാനപ്പെട്ട പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, മൂസാ നബിയുമായി വിശ്വസിച്ച, മൂസാ നബിയെ കൊണ്ട് വിശ്വസിച്ച ആളുകളെ കൊണ്ട് ചെങ്കടൽ കടക്കുന്ന സമയത്ത് ഫിറൗനും സംഘവും പിന്നാലെയുണ്ട്. ആ ചരിത്രമൊക്കെ നമുക്കറിയുന്നതാണ്. മൂസാ നബിയെ കൊണ്ട് വിശ്വസിച്ച 6 ലക്ഷം ജനതയും ചെങ്കടലങ്ങ് കടന്നു. പിന്നാലെ വന്നിരുന്ന ഫിറൗനും സംഘവും വെള്ളത്തിൽ മുങ്ങി അങ്ങനെ തന്നെ മരണപ്പെട്ടു. ആ സംഭവം നടക്കുന്നത് മുഹറം 10-നാണ്. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഇദ്രീസ് നബിയെ സ്വർഗപ്രവേശനം കൊടുത്തത്, ഇദ്രീസ് നബി ഇപ്പോൾ സ്വർഗത്തിൽ ജീവിക്കുന്ന പ്രവാചകനാണ്. ഇദ്രീസ് നബിക്ക് സ്വർഗപ്രവേശനം കൊടുത്തതും യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മത്സ്യവയറ്റിൽ നിന്ന് അള്ളാഹു പുറത്തെടുത്തതും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീകുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കപ്പൽ അത് വെള്ളപ്പൊക്കത്തിന് ശേഷം നല്ല ഒരു അനുയോജ്യമായ സ്ഥലത്ത് നങ്കൂരമിട്ടതും അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ശക്തമായ ആ ഒരു പരീക്ഷണത്തിന്, ആ ഒരു രോഗത്തിന് അള്ളാഹു ശമനം കൊടുത്തതും യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാഴ്ച ശക്തി അള്ളാഹു തിരിച്ചു കൊടുത്തതും സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു രാജാധികാരം ഉറപ്പുകൊടുത്തതും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആകാശലോകത്തേട്ട് ഉയർത്തിയതും ഇങ്ങനെ തുടങ്ങിയ എത്രയോ നബിമാരുമായി ബന്ധപ്പെട്ട എത്രയോ വിഷയങ്ങൾ, ഇതൊക്കെ മുഹറം 10-നാണ് നടക്കുന്നത്. അപ്പം അതുകൊണ്ട് അതിനെ നിസ്സാരമായിട്ട് കാണണ്ട. മറ്റുള്ള ദിവസങ്ങളെ പോലെയല്ല. നമ്മുടെ അറബി കലണ്ടറിലെ ഹിജറ വർഷപ്രകാരമുള്ള കലണ്ടറിലെ ആദ്യ മാസമായ മുഹറം, ആ മുഹറത്തിൽ തന്നെ പ്രധാനപ്പെട്ട ദിവസമാണ് മുഹറം 10 എന്നുള്ളത്. അപ്പം അതുകൊണ്ട് അതിൻ്റെ പവിത്രതയെ മാനിച്ചുകൊണ്ടായിരിക്കണം ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും നടക്കേണ്ടത്. നമ്മളത് കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതിനെ പറ്റിയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിന് കൊടുക്കുന്ന ഒരു വാഗ്ദാനം കൂടിയുണ്ട്. നല്ലൊരു ഓഫർ, നല്ലൊരു കാര്യം. എന്താണത്? മുഹറം 10-ൻ്റെ അന്ന് ആരെങ്കിലും അവനവൻ്റെ കുടുംബത്തിന് വിശാലത ചെയ്താൽ, ഭക്ഷണം മേടിച്ചു കൊടുത്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വിശാലത ചെയ്താൽ, നല്ല ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്താൽ, അവനെ സന്തോഷിപ്പിച്ചാൽ, വസ്സഅല്ലാഹു അലൈഹി സായിറ സന, മറ്റുള്ള 11 മാസം, ഈ മുഹറം മാസത്തിലെ ഒരു 10, മുഹറം ആദ്യത്തെ 10-ലെ ആ 10-ാമത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് ഭക്ഷണം വാങ്ങിക്കൊടുത്താൽ, അവരെ നിങ്ങൾ എല്ലാ കാര്യത്തിലും നിങ്ങൾ സന്തോഷിപ്പിച്ചാൽ, ബാക്കിയുള്ള 11 മാസത്തിൽ അള്ളാഹു നിങ്ങൾക്ക് വിശാലത ചെയ്യും. അപ്പോൾ ബാക്കിയുള്ള 11 മാസം അത് അള്ളാഹു നോക്കിക്കോളും. എല്ലാം കൊണ്ടും നമുക്കതിൽ സംതൃപ്തി ലഭിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഹറം 10 ഇന്നത്തെ ദിവസം നമ്മൾ നമ്മുടെ കുടുംബക്കാരെയൊക്കെ വിളിച്ചിട്ട് നോമ്പ് തുറക്കണം. നമുക്ക് ഏറ്റവും അടുത്ത് നിന്ന് വിളിക്കാൻ പറ്റുന്ന കുടുംബക്കാരെ നമ്മൾ വീട്ടിലേക്ക് വിളിക്കണം. എന്നിട്ട് അവരെ കൂടെ ഇരുന്ന് നോമ്പ് തുറക്കണം. നമ്മുടെ വീട്ടുകാർ മാത്രമായി ഒതുങ്ങിക്കൂടാതെ ആരുമില്ലെങ്കിൽ തൊട്ടടുത്ത അയൽവാസിയെങ്കിലും വിളിച്ചിട്ട് നമ്മൾ സാധാരണ റമദാൻ മാസം നോമ്പ് തുറ സംഘടിപ്പിക്കുമ്പോൾ ചെയ്യാറുള്ളത് പോലെ ചെയ്യണമെന്ന് ചുരുക്കം. അത് വലിയ പ്രാധാന്യമുണ്ട് മുഹറം 10 പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്,
മഹാന്മാരാകുന്ന എല്ലാ ആളുകളും മുഹറം മാസത്തിൽ അധികരിപ്പിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ദിക്ർ, പ്രധാനപ്പെട്ട ദുആയാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അതിങ്ങനെ അധികരിപ്പിക്കുക, പ്രത്യേകിച്ച് എണ്ണൊന്നുമില്ല, അതിങ്ങനെ അധികമായിട്ട് ചൊല്ലുക. ബഹുമാനപ്പെട്ട പ്രവാചകൻ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യവയറ്റിൽ അകപ്പെട്ടപ്പോൾ അള്ളാഹു അതിൻ്റെ അകത്തു നിന്നും, ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും ബഹുമാനപ്പെട്ടവരെ രക്ഷപ്പെടുത്തിയത് ഈ ഒരു ദുആയുടെ അടിസ്ഥാനത്തിലാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമാണ് അങ്ങനെ പറയുന്നത്. എന്താ അതിൻ്റെ കാരണം? ലാ ഇലാഹ ഇല്ലാ അൻത, അള്ളാഹുവെ നീയല്ലാതെ പടച്ചോനില്ല, നീയല്ലാതെ റബ്ബില്ല. സുബ്ഹാനക ഇന്നി, തീർച്ചയായിട്ടും നീ അങ്ങേയറ്റം പരിശുദ്ധനാണ്. കുൻതു മിനൽ ളാലിമീൻ, ഞാൻ അക്രമിയുമാണ്, ഞാനൊരു മോശപ്പെട്ട ആളാണ്. ഒരു അടിമ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരടിമ, അവൻ്റെ നിസ്സാരതയെ ഞാൻ വെറും പാവമാണ്, ഞാൻ ഒന്നുമല്ല, ഞാൻ എവിടെ എത്തിയിട്ടില്ല എന്ന് അള്ളാഹുവിൻ്റെ മുന്നിൽ സമ്മതിച്ച് അള്ളാഹുവെ നീയാണ് ഏറ്റവും വലിയവൻ എന്നൊരു മനുഷ്യൻ, എന്നൊരടിമ അള്ളാഹുവിൻ്റെ മുന്നിൽ സമർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ പറയുന്ന വാക്യത്തെയും ആ പറയുന്ന ആളെയും അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അത് നമ്മൾ അധികരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അതൊരിക്കലും വിട്ടുപോകരുത്.